നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. മുള്ളൂർക്കര വരവൂർ RS റോഡിൽ സ്ലാബുകൾ തകർന്ന് ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നടപ്പാത കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ അപകട ഭീഷണിയാകുന്നു. മുള്ളൂർക്കര വരവൂർ RS റോഡിൽ കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അപകട കെണിയൊരുക്കി നടപ്പാത തകർന്നു വീഴുന്നു. മുള്ളൂർക്കര സെന്ററിൽ നിന്നും വരവൂരിലേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപം കടകളോട് ചേർന്നുള്ള നടപ്പാതയാണ് ദിനംപ്രതി തകരുന്നത്. സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്ന ഭാഗങ്ങളിൽ ഇരുമ്പ് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ, മൃഗാശുപത്രി, ഹോമിയോ ഹോസ്പിറ്റൽ, KCB ഓഫീസ്, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലേക്ക് ദിനം പ്രതി 100 കണക്കിന് ആളുകൾ കടന്നുപോകുന്ന പ്രധാന നടപ്പാതയാണിത്. 2 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് പ്രദേശത്തെ കടകൾ പൊളിച്ചു നീക്കി നടപ്പാത നിർമ്മാണത്തിനായി സ്ഥലം ഏറ്റെടുത്തിരുന്നു. എന്നാൽ വ്യാപാരികളും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുന്നതോടെ കാനയ്ക്ക് മുകളിലുള്ള ഈ നടപ്പാത പൂർണ്ണമായും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ്. വലിയൊരു അപകടം ഉണ്ടാകുന്നതിനു മുൻപ് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. എൻ്റെ കട ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. മുള്ളൂർക്കര വരവൂർ RS റോഡിൽ പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന് അനവധി ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഇതിന് മുമ്പേ നമ്മൾ ഇത് പൊതുമരാമത്ത് വകുപ്പ് അവർ വന്നിട്ടാണെങ്കിൽ നമ്മൾ ഒഴിപ്പിച്ചാണ്. ഇതിവിടെ സീറ്റൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് നാനാത്ത രീതിയിൽ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ സാധനം പൊളിഞ്ഞു വരും. ഇതിന് ഒരുപാട് കുട്ടികളും സ്കൂൾ പിള്ളേർ, വയസ്സായ കുട്ടികൾ, വയസ്സായ മറ്റേ വൃദ്ധന്മാർ ഒക്കെ നടന്നു പോകുന്നതാണ്. ബാക്കിൽ പഞ്ചായത്ത്, മണ്ഡപം, ആശുപത്രി, KCB, കൃഷിഭവൻ എല്ലാം ഇതിൻ്റെ പുറകിലുണ്ട്. ഈ വഴിക്കൂടെയൊക്കെ ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലമാണിത്. അതിപ്പോൾ അത് പൊളിഞ്ഞടി ലാബ് ഞാൻ പലതരം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരൊന്നും പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ PWയുടെ ഇതാണ് വകുപ്പിൽപ്പെട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവായി. അപ്പോൾ അവർ PWക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം പറഞ്ഞു. നമ്മൾ ചേലക്കര പോയി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേരാൻ ആരും തിരിഞ്ഞെടുത്തിട്ടില്ല, കാര്യമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നേരേക്ക് തരാം. അല്ലെങ്കിൽ ദുരിതങ്ങൾ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളം നിറച്ച് വരണമാണ് വരാൻ. ഇതിൻ്റെ 2 കൊല്ലം മുമ്പേ വെള്ളം വന്നിട്ട് പൊങ്ങി ഇപ്പോൾ സ്ലാബ് പൊട്ടിപ്പോയുള്ളതാണ്. 5-6 സ്ലാബുകളും പൊട്ടിയിട്ടുണ്ട് വെള്ളം വന്നിട്ട്. അതിൻ്റെ എല്ലാം ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ വെള്ളം വന്ന് ദുരിതം ആവശ്യമില്ല. പഞ്ചായത്തിലേക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണിത്. അല്ലെങ്കിൽ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ചാടി പോയാൽ ദുരിതങ്ങളുണ്ടാവും. അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, മുന്നേ കൂട്ടിയിട്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ മഴ തുടങ്ങാൻ പോയി. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നേരേക്ക് തരാം. ന്യൂസ് ഡെസ്ക് CCV.